പാറയിൽ വീട് പണിത മനുഷ്യനില്ലേ, ഒരു ബെഡ്റൂമും ഒരു ഹോളുമേ ആയുള്ളൂ. പുള്ളി 3 നില കഴിഞ്ഞു. 3 നിലയിൽ നില പൊത്തിയപ്പോഴും ഉള്ള ബെഡ്റൂമും ഉള്ള ലിവിംഗ് റൂമും ഉള്ള കിച്ചണും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്? നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണോ, അതോ അങ്ങ് ഉയരങ്ങളിലേക്ക് പോയി എവിടെങ്കിലും നിലം പൊത്തുന്ന ഒരു ജീവിതമാണോ? പ്രിയപ്പെട്ടവരെ, 28-ാമത്തെ വചനത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ക്രിസ്റ്റി പാസ്റ്ററെ, ഒരു ഭാഗം കൂടെ ഒന്ന് ദയവായിട്ട് വായിച്ചു കേൾപ്പിക്കാമോ എന്നെ? ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് നമ്മളിപ്പോൾ വായിച്ചത്. എൻ്റെ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 46 മുതൽ 49 വരെ. ലൂക്കോസ് 6:46 മുതൽ 49 വരെ വായിക്കാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നതൊക്കെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന എന്ത്? സങ്കടത്തോടുള്ള ചോദ്യം അത് കേട്ടോ. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ആരാണെന്ന് ഞാനൊരു ഉപമയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. 48-ാമത്തെ വാക്യം. ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ എന്റെ വചനം കേട്ട ആ വചനത്തിൽ ഏതു സാഹചര്യം വന്നാലും, അതല്ലേ തിമോത്തിയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞത്, ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുകയും പഠിച്ചതും നിശ്ചയം പ്രാപിച്ചതിൽ നിലനിൽക്കാൻ. സ്നാനം സത്യമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെതിരെ വന്ന ഒരു പ്രസംഗവും നീ കേൾക്കരുത്, കേട്ടിട്ട് നീ ഒലയരുത്. ആമേൻ. ദശാംശം കൊടുക്കണമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദശാംശം എന്നുള്ളതിന്റെ സ്ഥിതിക്കൊരു വ്യത്യാസം വരികയാണ്, ഓഹരിയാകുകയാണ്. അത് കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം എന്നുള്ള വചനം ഇതിനകത്ത് നിലകൊള്ളുമ്പോൾ നിന്നോട് ആരാ പറഞ്ഞ് അത് ചെയ്യരുതെന്ന്? ആരാ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയത്? മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനകത്ത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ആമീൻ. നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾക്ക് മീതെയുള്ളവർക്ക് നിങ്ങൾ വിധേയപ്പെടുന്നവരായിരിക്കണം. നിങ്ങൾ സഭയിൽ കലക്കമുണ്ടാക്കരുത്. കലക്കമുണ്ടാക്കുന്ന മനുഷ്യരോട് ഒഴിഞ്ഞിരിക്കണം. സഭയിൽ ഭിന്നത വരുത്തുന്നവനെ 2 തവണ ബുദ്ധി ഉപദേശിക്കണം, 3-ാമത്തെ തവണ അവനെ പുറത്താക്കണം എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ അതിന് വിരോധമായി വേറൊരു പഠനം നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചാൽ അതാണ് ദുരുപദേശം. നീ പഠിച്ചതിലും നീ പ്രാപിച്ചതിലും നീ നിശ്ചയം പ്രാപിച്ചതിലും നിലനിൽക്കണം. ഒരു കൺഫ്യൂഷനും അതിലുണ്ടാകരുത്. നാളെ സഭായോഗത്തിനകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗിനകത്ത് ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, രോഗശാന്തി ശുശ്രൂഷയുണ്ട്. നിങ്ങൾ വരണം, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും എന്ന് പറയുമ്പോൾ വീണുപോയവന്റെ മെസ്സേജും വിമർശകന്റെ വചനവും വെളിപ്പാടും നിന്റെ അകത്ത് വരരുത്. ഇന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും വിശ്വസിക്കുന്നവരെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നും അടിപ്പിണരാൽ ഹീലിംഗ് ഉണ്ടെന്നും സൗഖ്യമുണ്ടെന്നും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന് യേശു പറഞ്ഞ വാഗ്ദത്ത വചനം നിന്റെ അകത്ത് വരണം. അവരാണ് ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. എന്തൊക്കെ ലൈവ് വെള്ളപ്പൊക്കം ഉണ്ടായാലും, എന്തൊക്കെ ഫേസ്ബുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായാലും, എന്തൊക്കെ കാറ്റ് അവനെതിരെ അടിച്ചാലും, ഏതൊക്കെ നിലയിൽ വീണുപോയവന്റെ സന്ദേശങ്ങൾ അവന്റെ കാതിൽ മുഴങ്ങിയാലും അവൻ ഇളകുകയില്ല. അവൻ ഇളകുകയില്ല. സഭയ്ക്കകത്ത് വീണുപോയ ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വീഴുന്ന ഭിന്നതയുടെ മന്ത്രണ വാക്കുകൾ അവന്റെ കാതിൽ മുഴങ്ങിയാൽ അവൻ ഇളകുകയില്ല. അവൻ പഠിച്ചതിൽ, അവൻ പ്രാപിച്ചതിൽ, അവൻ അറിഞ്ഞതിൽ, അവൻ നിശ്ചയം പ്രാപിച്ചതിൽ അവൻ നിലനിൽക്കും. അവൻ നിത്യതയിൽ കാണും. ചെറുപ്പക്കാരൻ, ഈ ഡ്രഗ്സിന് അഡിക്ഷനുള്ള ഈ ചെറുപ്പക്കാരൻ സിഗരറ്റ് വലിക്കും, ഡ്രഗ്സ് എടുക്കുന്നുണ്ട്, മദ്യപിക്കും, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവൻ സ്നാനപ്പെട്ടു. അത് സ്നാനപ്പെട്ടാൽ അവന് വിടുതൽ കിട്ടുമെന്ന് ഒരു പാസ്റ്റർ പറഞ്ഞു. അങ്ങനെ അവൻ സ്നാനപ്പെട്ടു.
പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ ചെയ്യുന്നത് തെറ്റാണെന്നും പാപമാണെന്നും നിനക്ക് ബോധമുണ്ട്. അവൻ പറഞ്ഞു, എനിക്കതിന് ബോധമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല ബ്രദറെ, എനിക്കതിന് പറ്റുന്നില്ല. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ വൈഫും നീൽ എന്ന് പറഞ്ഞൊരു സഹോദരനുമാണ് ഉണ്ടായിരുന്നത്, റിജോയ് സാറേ. അവൻ്റെ തലയിലോട്ട് കൈവച്ചു. പെട്ടെന്ന് അവൻ്റെ ദുരാത്മാവ് പുറത്തു വന്നു. അത് അലറി വിളിച്ചു. ചെറിയൊരു ഓഫീസാണത്. അവിടെ മൊത്തം കിടന്ന് റോൾ ചെയ്തു. അവസാനം നീലി കഥ തുറന്നു അവനെ അടിച്ചു വെളി വീണു. ഈ ഭാഗത്ത് വന്ന് വീണു. അവൻ്റെ മേലുള്ള ഭൂതം അവനെ വിട്ടുപോയി. അവൻ എഴുന്നേറ്റ് പൊട്ടിക്കരയുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ ഈ നിമിഷം നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി നീ സമർപ്പിക്കുക. അവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അവൻ വചനം വായിച്ച് ധ്യാനിച്ച് അടുത്ത ദിവസങ്ങളിൽ ആരാധനകളിൽ പങ്കെടുത്ത് യേശു അവൻ്റെ പാപവിമോചകനെന്നും വീണ്ടെടുപ്പുകാരെന്നും രക്ഷകനെന്നും ദൈവം വെറുക്കുന്നതാണ് പാപമെന്നും ദൈവം ഇഷ്ടപ്പെടുന്നതാണ് വിശുദ്ധി എന്നും ഉള്ള തിരിച്ചറിവ് ലഭിച്ച് അവൻ ദൈവകൃപയിൽ വളർന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് നിലനിൽക്കുന്ന നിലവാരമുള്ള ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. വൻമഴകൾ വരാം, കാറ്റുകൾ അടിക്കാം, വെള്ളപ്പൊക്കം ഉണ്ടാകാം, പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിൽ വരാം. ഇളകിപ്പോകരുത്. ആരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഭീഷണികൾ വരാം. ഹല്ലേലൂയ. നിന്നെ അസ്വസ്ഥപ്പെടുത്താം. പല സാഹചര്യങ്ങൾ ഈ വിശ്വാസം ജീവിതത്തിൽ നിന്നും വിശ്വാസ മാർഗത്തിൽ നിന്നും പുറകോട്ട് പോകാനുള്ള ഒത്തിരി ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരാം. ചങ്കും തെറ്റിയും കൊടുത്ത് നീ കർത്താവിന് വേണ്ടി നിലനിന്നാൽ, ഈ പുസ്തകത്തെ നീ ആലിംഗനം ചെയ്താൽ, ഇത് നിന്നെ ഉയർത്തും. ഇത് നിന്റെ സാഹചര്യങ്ങളെ മാറ്റും. പിശാചിന്റെ ഏറ്റവും വലിയ പദ്ധതി, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണെന്നറിയോ? ഈ വചനമൊന്നും നിങ്ങൾ ഗ്രഹിക്കരുത്, ഈ വചനം നിങ്ങൾ വിശ്വസിക്കരുത്, ഈ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കരുത്. പക്ഷേ ഈ ബെരോവായിലുള്ള വിശ്വാസികളെ കുറിച്ച് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. പക്ഷെ ക്രിസ്റ്റി ഒന്ന് വായിക്കുമോ? അവർ ബെരോവായിലുള്ളവർ തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ ഉത്തമന്മാരായി മാറിയത്? എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവരെന്തേലുമൊക്കെ കേട്ട് കൈകൊട്ടി സ്തോത്രം പറഞ്ഞു പോകുന്നവരായിരുന്നില്ല. നിങ്ങൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ ടെലിവിഷനിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ പ്രസംഗിക്കപ്പെടുന്നത്, പറയപ്പെടുന്നത് എന്തെങ്കിലും ഈ പുസ്തകത്തിനകത്തുള്ളതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കാറുണ്ടോ? നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ ബോർഡിംഗ് പാസ്, ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യും. നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫേംഡ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. നിങ്ങളുടെ ആധാർ കാർഡിൽ എഴുതിയിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. ഈ ഭൂമിയിൽ അരി കിട്ടാൻ, മണ്ണെണ്ണ കിട്ടാൻ, പഞ്ചസാര കിട്ടാൻ, ഈ ഭൂമിയിലെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ റേഷൻ കാർഡിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം, ഈ ബൈബിളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ, ഈ പ്രസംഗിക്കപ്പെടുന്ന മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? പരിശോധിക്കാറുണ്ടോ? ചെക്ക് ചെയ്യണം, പരിശോധിക്കണം. ആധാർ കാർഡിൽ നിങ്ങളുടെ പേര് കാണാം, പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണണമെന്നില്ല. ഉണ്ടാകണമെങ്കിൽ ഇത് പരിശോധിക്കണം, ചെക്ക് ചെയ്യണം, മനസ്സിലാക്കണം, ഗ്രഹിക്കണം. നിങ്ങളൊരു പ്രസംഗം കേൾക്കുമ്പോൾ അതിനകത്ത് വചനം എന്തെങ്കിലും നിങ്ങളുടെ ആത്മാവിന് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ചെക്ക് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ചെക്ക് ചെയ്യണം. കുറെ കോമഡിയും കുറെ തമാശയും സെൻസർ ചെയ്യാത്ത സിനിമ പോലെ കുടുംബമായിട്ടിരുന്ന് കേൾക്കാൻ കൊള്ളാത്ത പദപ്രയോഗങ്ങളും ഇതൊക്കെയാണ് പലർക്കും ഇഷ്ടം. വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, അതുകൊണ്ട് ഇനി കോമഡി സിനിമ കാണാൻ പറ്റുകയില്ല. കോമഡി പടങ്ങൾ, സിനിമകൾ കാണാൻ പറ്റാത്തത് കൊണ്ട് അതിന് തത്തുല്യമായ പ്രസംഗങ്ങൾ
എവിടുന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന് ഇന്ന് കേട്ട് പൊട്ടന്മാരെ പോലെ ഇന്ന് ചിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ആത്മാവിന് അതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്? എന്താണ് നിങ്ങൾക്ക് ആ മെസ്സേജ് കേട്ടപ്പോൾ ഉണ്ടായ മനസാന്തരം? നിങ്ങൾക്ക് ആ വചനം കേട്ടപ്പോൾ, അത് ശ്രവിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ നിങ്ങളുടെ ആത്മമനുഷ്യൻ എന്ത് ലഭിച്ചു? നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് എടുക്കാൻ തോന്നിയോ? നിങ്ങൾക്ക് 3 ദിവസം ഉപവസിക്കണം തോന്നിയോ? സ്നാനപ്പെട്ടില്ലേ ഞാൻ നരകത്തിൽ പോകുന്നു തോന്നിയോ? ഈ വചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ, ഒരു ശാപഗ്രസ്തനായി മാറി ഞാൻ പൈശാചിക ബന്ധനത്തിൽ അകപ്പെടും എന്ന ഫീലിംഗ് ഉണ്ടായോ? ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ആ കേട്ട് സമയം കളഞ്ഞതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചത്? എന്തായിരുന്നു? തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ അവർ ഉത്തമന്മാരായത്? ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ എന്താണ് അവർ ബ്ലസ്ഡ് ആയത്? വാട്ട് ഈസ് ദ റീസൺ? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ, കേട്ടോണ്ടിരിക്കുക മാത്രം ചെയ്യുന്നല്ലാതെ, അതങ്ങനെ തന്നെയോ, ഈ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ, ഈ പുസ്തകത്തിലുള്ളതാണോ എന്നവർ തിരുവെഴുത്തുകളെ പരിശോധിച്ചു. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 18 മുതൽ 23 വരെയുള്ള ഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അസാധാരണമായ ദൈവപ്രവൃത്തികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. മത്തായി സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 23 വരെ ദയവായി വായിച്ചാൽ. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവീൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു, എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു പറഞ്ഞ ഉപമകളിൽ ഏറ്റവും ശ്രദ്ധേയമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം 13-ന്റെ 18 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. 4 സ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെട്ട വിത്തുകളെ കുറിച്ച്, വചനങ്ങളെ കുറിച്ച് യേശു പറയുന്നു. 1 വഴിയരികെ വിതയ്ക്കപ്പെട്ടത്, 2 പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ടത്, 3 മുള്ളിൻ്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ടത്, 4 നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടത്. എന്താണ് വഴിയരികെ വിതയ്ക്കപ്പെട്ട വിത്തിന്റെ പ്രത്യേകത? ഈ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്തിൽ നിൽക്കുന്നവനോ എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ജീസസ്. വഴിയരികെ വിതയ്ക്കപ്പെട്ടതിന്റെ പ്രത്യേകത എന്താ? ഗ്രഹിക്കാൻ പറ്റാതെ, ഏറ്റെടുക്കാൻ പറ്റാതെ, അത് ഹൃദയത്തിൽ നിന്ന് ശത്രു വന്ന് എടുത്തു കളയുകയാണ്. പലരും കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ നിന്റെ വചനം കേൾക്കുന്നു, നിന്റെ വചനത്തെ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ എനിക്കിതൊന്നും അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങയാൽ എഴുതപ്പെട്ടതായ, അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ടതായ ഈ വചനം ഗ്രഹിപ്പാനുള്ള കൃപ അവിടുന്ന് എനിക്ക് തരണമേ. എന്താണ് പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്തിന്റെ പ്രത്യേകത? അവർ വചനം സന്തോഷത്തോടെ കേൾക്കുന്നു. ഭയങ്കര ഇഷ്ടം അവർക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ. ഒറ്റ ഓൺലൈൻ സർവീസും ലൈവ് സർവീസും ഒന്നും അവർ മിസ് ചെയ്യത്തില്ല. പക്ഷേ ആ വചനം അവർ സന്തോഷത്തോടെ കേൾക്കുന്നെങ്കിലും ആ കേൾക്കുന്ന വചനത്തിൽ അവർക്ക്
നിലനിൽക്കാൻ പറ്റുന്നില്ല. ആ ദൈവവചനം നിമിത്തം അവർക്ക് ഉപദ്രവമോ കഷ്ടതയോ നിന്ദയോ കളിയാക്കലോ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് അവർ ഇടറിപ്പോകുന്നു. എന്താണ് മൂന്നാമത്തെ ആൾക്കാർ? അവർ മുള്ളിന്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ടതിന് പ്രത്യേകത എന്താ? ഈ മുള്ളെന്ന് പറയുന്നത് ലോക ചിന്തകളും ഭൗതികമായ ചിന്തകളുമാണ്. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴും വചനം കേട്ടോണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സ് ഇവിടെങ്ങുമല്ല. അവരുടെ മനസ്സ് ഇവിടെങ്ങുമല്ല. അവരുടെ മനസ്സെപ്പോഴും ഭൗതികമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെട്ടാണ്. എത്രയും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് മീറ്റിംഗ് ഒന്ന് കഴിയണം, ഒന്ന് പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിക്കണം, എൻ്റെ വിഷയത്തിനൊരു പരിഹാരമാകണം. ഇന്നും ഇപ്പോഴും ഈ ഓൺലൈൻ സർവീസിൽ ഇത്ര ഗൗരവമായി ആഴമായി ദൈവം വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും കമന്റ് ബോക്സിൽ ചാറ്റിംഗ് ഇടുന്നത് റബ്ബറെ പാലില്ല, വണ്ടി കിട്ടാൻ കൊടുത്തിരിക്കുന്നു, ലോണിന് അപേക്ഷിച്ചിരിക്കുന്നു, അത് ലഭിക്കുന്നില്ല, വീട് പകുതി പണി കീർത്തി കിടക്കുന്നു. ഇവിടെ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് ദൈവവചന പ്രകാരം പണിയണമെന്ന് പറഞ്ഞപ്പോൾ കമന്റ് വരുന്നത് എന്നാന്നറിയാമോ? വീടിന് വസ്തു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലിസൺ, ആൾക്കാർ അവരെപ്പോഴും ലോക ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സൗഖ്യം കർത്താവ് തരും, നിങ്ങൾക്ക് ഭവനം ദൈവം തരും, നിങ്ങൾക്ക് നന്മകൾ ദൈവം തരും. ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും, ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. പക്ഷേ ദൈവം നിങ്ങളെ മാനിക്കാനോ ദൈവം നിങ്ങളെ ഉയർത്താനോ നിങ്ങളുടെ ഭൗതികമായ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടാകാനോ അല്ല നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. കടഭാരം മാറാൻ ക്രിസ്തുവിനെ അറിഞ്ഞാൽ, കടഭാരം മാറാൻ വേണ്ടി മാത്രമാണ് അറിഞ്ഞെങ്കിൽ അടുത്ത കടം വരുമ്പോ കർത്താവിനെ തള്ളി പറയും. സൗഖ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് വന്നതെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു രോഗം നിന്നെ പിടികൂടിയാൽ നിന്റെ പ്രാർത്ഥനാ ജീവിതം നീ അവസാനിപ്പിക്കും. ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തിന് വഴി തുറക്കാൻ വേണ്ടി മാത്രം, വഴി തുറക്കണേ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നതെങ്കിൽ വഴി തുറന്നു കഴിയുമ്പോൾ ആ വഴിയിൽ കൂടെ നിങ്ങൾ അങ്ങ് പോകും. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. യേശു എൻ്റെ ആത്മാവിന്റെ രക്ഷകൻ, എൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ നിത്യത, എൻ്റെ മരണാനന്തര ജീവിതം, എൻ്റെ തലമുറകളുടെ ജീവിതാനുഗ്രഹങ്ങൾ, യഥാർത്ഥമായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ജീവിതം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന മക്കളുമാരുണ്ട്, ഇതൊക്കെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരും തന്നെ കാണുന്നുണ്ട്. അവർക്ക് ഈ ലോകത്തിലെ ഒന്നും ഒരു വിഷയമല്ല. നിന്ന വന്നാലും എറി വന്നാലും കഷ്ടത വന്നാലും വെല്ലുവിളി വന്നാലും ഉയർച്ചയാണേലും താഴ്ചയാണേലും, കടം മാറിയാലും കടം മാറിയില്ലേലും, സൗഖ്യമായാലും സൗഖ്യമായില്ലേലും, നിന്നയാണെങ്കിലും മാന്യതയാണെങ്കിലും, ബന്ധനമാണെങ്കിലും വിമോചനമാണെങ്കിലും, കാരാഗ്രഹമാണെങ്കിലും കൊട്ടാരമാണെങ്കിലും, അവരുടെ മുമ്പിൽ ഒന്നേ ഉള്ളൂ: എന്നെ വീണ്ടെടുത്തവൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ പ്രാണപ്രിയൻ. കാഹളം ധ്വനിക്കാൻ ഇനി അധികം നാളുകളില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരും. എൻ്റെ പ്രാണപ്രിയനെ എനിക്ക് മുഖാമുഖമായി കാണണം. ഈ കണ്ണാടിയാകുന്ന വചനത്തിൽ ഞാൻ കടമൊഴിയായി കണ്ടവനെ എനിക്ക് മുഖാമുഖമായി കാണണം. എനിക്കവനെ നേരിൽ കാണണം. അവൻ എൻ്റെ ഹൃദയമാണ്, അവൻ എൻ്റെ എല്ലാമാണ് എന്ന ആ നിലവാരത്തിൽ ജീവിക്കുന്നവർ, അവർ ലോക ചിന്തകളിലും ഭൗതിക ചിന്തകളിലും മുള്ളിൻ്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ട അനുഭവങ്ങളായിരിക്കില്ല. അവർ നല്ല നിലമാണ്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് നല്ല നിലമാണ്. ആ നല്ല നിലത്ത് വീണ വിത്തിന്റെ പ്രത്യേകത 30, 60, 100 മേനി അവർ വിളവ് നൽകും. ചിലപ്പോൾ 100 പേരോട് പ്രസംഗിക്കുമ്പോൾ 5 പേരെ അങ്ങനെയുള്ളവർ കാണത്തുള്ളൂ. ചിലപ്പോൾ 10,000 പേരോട് പ്രസംഗിക്കുമ്പോൾ 10 പേരെ
അങ്ങനെയുള്ളവർ കാണത്തുള്ളൂ. പക്ഷെ എൻ്റെ ഒരു ചിന്തയിൽ അത് മതി, അവര് മതി, അങ്ങനെയുള്ളവർ വേണം. ഇന്ന് ഈ മെസ്സേജ് ഇപ്പോൾ ഈ യൂട്യൂബിനകത്ത് 1000-ലധികം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ 10 പേര് ഇന്നത്തെ വചനം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ ശുശ്രൂഷ ധന്യമാകുക. വിശാലമായ വാതിൽ നാശത്തിന്റെ പാതയാണ്, ജീവന്റെ വഴി ഇടുക്കവും ഞെരുക്കമുള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. ആ ചുരുക്കത്തിൽ ഞാനും ഉണ്ട് കർത്താവേ എന്ന് പറയാൻ എത്ര പേർ തയ്യാറാകും? അവന്റെ വചനത്തിൽ നിലനിൽക്കാൻ, ഈ സത്യത്തിൽ നിലനിൽക്കാൻ, ഈ സത്യം നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി.